നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ട്രെയിനിൽ കയറാനായി ലഗേജുകളുമായി നിങ്ങൾ എത്തുമ്പോൾ ആ തിരക്കിനിടയിൽ ലഗേജുകൾ ട്രെയിനിലേക്ക് കയറ്റിവെച്ച് സഹായിച്ചും അടുത്തിടപഴകിയുമൊക്കെ എത്തുന്നവരെ പ്രത്യേകം ഒന്ന് കരുതിയിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ പക്കലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മനസ്സിലാക്കി എത്തുന്ന ഇവർ നിങ്ങളൊന്ന് മയങ്ങുന്ന സമയം നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളുമായി കടന്നുകളയും. പണ്ടൊക്കെ സ്ലീപ്പർ കോച്ചുകളിലാണ് ഇവർ വിഹരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കള്ളന്മാരുടെ ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ മാറി അവർ നേരത്തെ തന്നെ AC കോച്ചുകൾ ബുക്ക് ചെയ്താണ് ഇത്തരം കവർച്ചയുമായി നീങ്ങുന്നത്. സ്ഥിരമായി ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന ഇവർ മോഷണത്തിൽ പ്രത്യേകം വൈദഗ്ധ്യം ഉള്ളവരാണ്. യാത്രക്കാരെ കണ്ടും അവരുടെ ലഗേജ് നോക്കിയും വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ എന്ന് തിരിച്ചറിയും. ഷർട്ടിൻ്റെയും മറ്റുമടിയിൽ രഹസ്യ അറകൾ ഇവർക്കുണ്ടാകും. മോഷ്ടിക്കുന്ന വസ്തുക്കൾ സുരക്ഷിതമായി തന്നെ ഇവർ ഇതിൽ സൂക്ഷിക്കും. അതിനാൽ തന്നെ AC കോച്ചുകളിലടക്കം ട്രെയിൻ യാത്രയിൽ ഇവരെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് റെയിൽവേയും നൽകുന്ന മുന്നറിയിപ്പ്. ഇക്കഴിഞ്ഞ നാളിൽ ട്രെയിനിൽ വെച്ച് കൊയിലാണ്ടി സ്വദേശികളായ അബ്ദുൽ നാസർ, ഷെഹർ ബാനു എന്നീ ദമ്പതികളിൽ നിന്നും 50 ലക്ഷം വിലപിടിപ്പുള്ള സ്വർണം, ഡയമണ്ട് ആഭരണങ്ങളാണ് സംഘം കവർന്നത്. ഇവരെ പിടികൂടിയതോടെയാണ് ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന ഹരിയാന സംഘം കേരളത്തിലും സജീവമാകുന്ന വിവരം ലഭിക്കുന്നത്. ഹരിയാന സ്വദേശികളായ രാജേഷ്, മനോജ്, ദിൽബാഗ്, ജിതേന്ദർ എന്നിവരാണ് ഇക്കഴിഞ്ഞ ദിവസം പിടിയിലായത്. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർ രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. റെയിൽവേ പോലീസിന്റെ അന്വേഷണത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ പിടിയിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്നാണ് വിവരങ്ങൾ. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. സംഘത്തിലെ രാജേഷ് ഹരിയാന പോലീസ് പിരിച്ചുവിട്ട ആളാണ്. സംഘത്തിലെ രാജേഷ് എന്ന് പറയുന്ന ആൾ ഹരിയാന പോലീസ് പിരിച്ചുവിട്ട ആളാണ് എന്ന വിവരങ്ങളും ലഭിക്കുന്നു. ട്രെയിൻ യാത്രക്കാരുടെ ലഗേജ് എടുക്കാനും മറ്റും സഹായിക്കാനെന്ന വ്യാജേനയാണ് ഈ സംഘം മോഷണം നടത്തുന്നത്. ഇതിനായി ട്രെയിൻ ഇറങ്ങുന്നിടത്ത് മാർഗ തടസ്സമുണ്ടാക്കും. ഇവർ AC കോച്ചുകളിൽ ഉൾപ്പെടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യും. കൊയിലാണ്ടിയിൽ ഇറങ്ങുന്ന സമയത്താണ് ഈ സംഘം അബ്ദുൽ നാസറിന്റെ വലിയ പെട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണം നിമിഷ നേരം കൊണ്ട് കവർന്നെടുത്തത്. ഇതിനായി ഇവരുടെ പക്കൽ ചവണ പോലുള്ള ഒരു പ്രത്യേക ഉപകരണം ഉണ്ട് എന്നും ഇതാണ് ഇവർ ആയുധമായി ഉപയോഗിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. ട്രെയിൻ ഇറങ്ങാൻ നിൽക്കുന്നതിനിടെ പലരും ഈ സംഘത്തെ ഒന്നും ശ്രദ്ധിക്കാറില്ല. അതേസമയം ട്രെയിൻ യാത്രയ്ക്കിടെ അപകടങ്ങൾ, മോഷണം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ 112 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടണം എന്നാണ് നിർദ്ദേശം. ഉടൻ തന്നെ പോലീസിന്റെ സഹായം അവിടെ ലഭ്യമാകും. സുരക്ഷിതമല്ല എന്ന് തോന്നലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വാട്സപ്പ് മുഖേനയും വിവരം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. ഇതിനായി അവർ നൽകുന്ന നമ്പർ ഇതാണ്: 94 97 93 58 59 എന്ന നമ്പർ ഉപയോഗിക്കാം. വാട്സപ്പ് മുഖേന ഫോട്ടോ, വീഡിയോ എന്നിവയും ടെക്സ്റ്റ് മെസ്സേജായും വിവരങ്ങൾ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ ഇങ്ങനെയാണ്: 98 46 200 100 98 46 200 150. ഇനി മറ്റൊരു മൂന്നാമത്തെ നമ്പർ 98 46 200 180. ഈ നമ്പറുകളിൽ പോലീസ് സേവനങ്ങളൊക്കെ തന്നെ ലഭ്യമാകും. അതിനാൽ തന്നെ ട്രെയിൻ യാത്രയിൽ സുരക്ഷിതമായിരിക്കുന്നതിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ സുരക്ഷിതമായിരിക്കാനായി ഇത്തരം നമ്പറുകളൊക്കെ ബന്ധപ്പെടാം എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർദ്ദേശവും. ന്യൂസ് ഡെസ്ക്, തേടേ ന്യൂസ്.